പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പുത്രശോകത്താൽ പ്രാജ്ഞ നശിച്ച് ഭൂമിയിൽ കിടന്ന് ഉരുളുന്ന ഇക്ഷ്വാകു വംശ നരവരനെ കണ്ട് യാതൊരു മനശ്ചാഞ്ചല്യവും ഇല്ലാതെ ആ ദുഷ്ട പറഞ്ഞു, രാജാവെ, ആവശ്യപ്പെടുന്നതെന്നും ചെയ്തു തരാമെന്ന് സത്യം ചെയ്ത് ഇങ്ങനെ നിലത്തു കടന്ന് ഉരുളുന്നത് എന്താണ്? വാക്കു പറഞ്ഞ് ദുഃഖിക്കുന്നത് ശരിയാണോ? പൂർവ്വസ്ഥിതിയിൽ മനസ്സിനെ ഒതുക്കി നിർത്തൂ. പണ്ഡിത ശ്രേഷ്ഠന്മാർ പറയുന്നത് അദ്വിതീയ ധർമ്മം സത്യമാണെന്നല്ലേ? ആ ധാർമ്മിക സത്യത്തെ ആശ്രയിച്ചു മാത്രം ഞാൻ അവിടുത്തെ നിർബന്ധിക്കുന്നു. പാറിപ്പറക്കുന്നൊരു പ്രാവിന് വാക്കേകിയ ശിബിചക്രവർത്തി സ്വദേഹത്തിൽ നിന്ന് മാംസം മുറിച്ചു കൊടുത്ത് സദ്ഗതി പൂകി. വേദപാരംഗതനായൊരു വിപ്രൻ യാചിച്ചപ്പോൾ അലർക്ക മഹാരാജാവ് തൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ദാനം ചെയ്തു. സമുദ്രമാകട്ടെ കര കവിയാതെ അലയടി ചാർത്തുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്നത് സത്യം കൊണ്ടല്ലേ? സാക്ഷാൽ പരബ്രഹ്മമായിട്ടുള്ളത് സത്യമല്ലാതെ മറ്റെന്തൊന്നാണ്? സത്യത്തിൽ ധർമ്മം ഉറച്ചു നിൽക്കുന്നു. എന്നുമെന്നും നശിക്കാത്ത വേദങ്ങൾ സത്യമല്ലേ? സത്യം കൊണ്ട് മാത്രമേ ശുഭം ഉണ്ടാകൂ. ധാർമ്മികമായൊരു ജീവിതത്തിൽ അവിടുത്തേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സത്യം വിടരുത്. സദ്ഗുണസമ്പന്നനും വരദനുമായ അവിടുത്തെ വാക്ക് ഫലവത്താകട്ടെ. ധാർമ്മിക ബലം സിദ്ധിക്കുവാൻ എൻ്റെ അഭ്യർത്ഥനയനുസരിച്ച വരഫലം കിട്ടുവാൻ രാമനെ കാട്ടിലേക്ക് അയക്കണം. 3 പ്രാവശ്യം ആവർത്തിച്ച് ഞാനിതാ ആണയിടുന്നു. ആ പ്രതിജ്ഞയെ നിറവേറ്റാതിരുന്നാൽ അവിടുന്ന് ഉപേക്ഷിച്ച് ഞാൻ തിരുമുമ്പിൽ വെച്ചു തന്നെ പ്രാണൻ ത്യജിക്കും, തീർച്ച. സംശയത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത ആ വാക്കുകൾ കേട്ട് മഹാരാജാ ദശരഥൻ ഇന്ദ്രപാശ കുടുക്കിൽപ്പെട്ട മഹാബലിയെ പോലെയായി. മനസ്സ് പതറി, മുഖശോഭ മങ്ങി. നുഖത്തിൻ്റെ കീഴിൽ ചക്രങ്ങളുടെ മധ്യത്തിൽ വിരണ്ടു ചാടുന്ന കാളയെപ്പോലെയായി. തളർച്ച കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതായി തോന്നി. അല്പനേരത്തെ അത്യധ്വാനം കൊണ്ട് ധൈര്യം സംഭരിച്ച ആ മോഹനാംഗിയോട് പറഞ്ഞു, പാപമൂർത്തിയായവളെ, അഗ്നിസാക്ഷിയായി മന്ത്രപൂർവം പാണിഗ്രഹണം ചെയ്ത നിന്നെയും നിന്റെ പുത്രനെയും ഞാനിതാ ഉപേക്ഷിക്കുന്നു. ആദിത്യ ഭഗവാന്റെ ആഗമനവേളയിൽ നിശാദേവി ഇതാ ഒഴിഞ്ഞു പോകുന്നു. പുരോഹിതന്മാർ രാമാഭിഷേകത്തിനുള്ളതെല്ലാം ഒരുക്കി കൂട്ടി വന്ന് എന്നെ ധൃതിപ്പെടുത്താറെ. ആ അഭിഷേക സംഭാരങ്ങളെ കൊണ്ട് തന്നെ എൻ്റെ ഉദകക്രിയ ചെയ്യരുത്. ആനന്ദബാഷ്പം അണിഞ്ഞിരുന്ന ജനങ്ങൾ വർത്തമാനമറിഞ്ഞ് സന്താപാശ്രുക്കളോടെ തല കുനിക്കുന്നത് കാണുവാൻ എനിക്ക് സാധ്യമല്ല. നക്ഷത്രമണ്ഡല മധ്യത്തിൽ വെൺകിരണങ്ങൾ പരത്തി പ്രശോഭിക്കുന്ന ശശാങ്കനോട് കൂടിയ നിശാദേവി തീരെ ഒഴിഞ്ഞുപോയി. സ്വർണവർണ്ണ രശ്മികൾ വാരി വിതറിക്കൊണ്ട് പകലവൻ ഉദയാദ്രി അണഞ്ഞു. ദുഷ്ടതയിൽ തന്നെ അടിയുറച്ചു നിന്നിരുന്ന കൈകേയി, ഹേ രാജാവേ, കാളകൂടം വിഷം പോലെയുള്ള വാക്കുകൾ എന്തിനാണ് ആവർത്തിക്കുന്നത്? മകൻ രാമനെ വേഗം വരുത്തൂ. നാട് ഭരതനിൽ അർപ്പിക്കൂ. കൗസല്യപുത്രനെ ദണ്ഡകാരണ്യത്തിലേക്ക് അയക്കൂ. എനിക്ക് ശത്രുക്കൾ ഇല്ലാതാക്കി തീർക്കൂ. എന്നിട്ടാകാം അങ്ങയുടെ ദിനചര്യകൾ. ചമ്മട്ടി കൊണ്ടുള്ള കടുത്ത പ്രഹരത്താൽ ഉളയുന്ന തുരകശ്രേഷ്ഠനെ പോലെ മന്നോർ മന്നവൻ ഈ പരുഷവാക്കുകൾ കേട്ട് ചുളുങ്ങി ചുടു നെടുവീർപ്പോടെ പറഞ്ഞു, ധർമ്മപാശ കുടുക്കിൽ ഞാൻ പെട്ടു. എൻ്റെ പ്രജ്ഞ നശിച്ചു കഴിഞ്ഞു. ധർമ്മനിഷ്ഠനായ ഓമനക്കുട്ടിയെ, എൻ്റെ രാമനെ എനിക്ക് ഉടനെ കാണണം. ദിക്കുകൾ തെളിഞ്ഞു. സൂര്യദേവൻ ഉദയാദ്രിയിൽ കയറി പ്രശോഭിച്ചു. നല്ല നക്ഷത്രയോഗത്തിലെ സമുഹൂർത്തം സമീപിക്കാറായി. ഭഗവാൻ വസിഷ്ഠൻ അഭിഷേകത്തിനുള്ളതെല്ലാം ഒരുക്കി ശിഷ്യന്മാരോടുകൂടി ഉത്തമ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. രാജപാതകളെല്ലാം അടിച്ചു തളിച്ചു. നാനാകുസുമങ്ങൾ തൂകി. വിചിത്ര വർണ്ണോജ്വലങ്ങളായ കൊടിക്കൂറകൾ അതാതിടങ്ങളിൽ തൂക്കി. പലതരത്തിലുള്ള മാലകളെ കൊണ്ട് അലങ്കരിച്ചു. നാട്ടുകാരുടെ ഹൃദയത്തിൽ ആനന്ദം വഴിഞ്ഞൊഴുകി. അങ്ങാടികളിൽ സാമാനങ്ങൾ നിറഞ്ഞു. ചന്ദനാദി ധൂപക്കൂട്ടുകൾ സുഗന്ധം പരത്തിക്കൊണ്ട് പുകഞ്ഞു. ശ്രീരാമ അഭിഷേക കൗസ്തുക്യം ജനങ്ങളിൽ മഹോത്സവത്തെ വർദ്ധിപ്പിച്ചു. വാസവ നഗരിയായ അമരാവതിയെ പോലെയായി അയോധ്യ നഗരി മുഴുവൻ. തെരുവുവീഥികൾ ഓരോന്നായി കിടന്ന ബ്രഹ്മർഷി വര്യൻ അതിശ്രേഷ്ഠമായ അന്തപുരത്തിൻ്റെ മുന്നിലെത്തി. ചുറ്റും കൊടിക്കൂറകൾ പാറുന്നു. വേദവിജ്ഞരായ വിപ്രശ്രേഷ്ഠന്മാർ, യാഗകർമാഭിജ്ഞരായ സദസ്യന്മാർ, മഹാബ്രാഹ്മണർ തുടങ്ങിയവരാൽ പൂർണ്ണമായ അങ്കണത്തെ പിന്നിട്ട ഋഷീശ്വരൻ പരമപ്രീതനായി ഗൃഹത്തിലേക്ക് എത്തി. അവിടെ മന്ത്രസത്തമനായ സുമന്ത്രരെ കണ്ടപ്പോൾ അരുളി ചെയ്തു, ഞാൻ വന്ന വിവരം മഹാരാജാവിനെ അറിയിക്കൂ. ഗംഗയിലെയും
സമുദ്രങ്ങളിലെയും ജലം നിറച്ച സ്വർണ്ണകുംഭങ്ങൾ, അഭിഷേകത്തിന് നല്ല ചെമ്പുലോഹം കൊണ്ടുണ്ടാക്കിയ ഭദ്രപീഠം, പ്രധാനപ്പെട്ട എല്ലാ സസ്യങ്ങളുടെയും അലങ്കാരങ്ങൾ, ഗന്ധങ്ങൾ, നവരത്നങ്ങൾ, തേൻ, തൈര്, നെയ്യ്, മലർ, ദർഭപ്പുല്ല്, പുഷ്പങ്ങൾ, പാൽ, ഓമനകളായ 8 കന്യമാർ, ലക്ഷണം ഒത്ത മതയാന, 4 കുതിരകളെ കെട്ടിയ പള്ളിത്തേർ, ഖഡ്ഗം, ശ്രേഷ്ഠമായ വില്ല്, ചന്ദ്രികാസുന്ദരമായ വെൺകൊറ്റക്കുട, പല്ലക്ക്, കനക കമണ്ഡലം, 2 വെൺചാമരങ്ങൾ, വലിയ പൂനയുള്ളതും സ്വർണ്ണ കയറിട്ടതുമായ വെള്ളക്കാല, കുഞ്ചുരോമങ്ങളുള്ള 4 പല്ലൊത്ത ഉഗ്രതുരകം, സിംഹാസനം, മുഴുപുലിത്തോൽ, ജ്വലിക്കുന്ന അഗ്നി, വാദിസംഘക്കാർ, അലംകൃതകളായ വേശ്യകൾ, ആചാര്യന്മാർ, വിപ്രന്മാർ, പശുക്കൾ, ഉത്തമ പക്ഷി മൃഗാദികൾ, ശ്രേഷ്ഠന്മാരായ പൗരന്മാർ, ഉൾനാട്ടുകാർ, കച്ചവടക്കാർ തുടങ്ങി എല്ലാം പട്ടാഭിഷേകത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. പലതരത്തിലുള്ള നേരം പോക്കുകൾ ഉരച്ചുകൊണ്ട് നരപാലകന്മാർ അഭിഷേകത്തിന് കാത്തു നിൽക്കുന്നു. ഉത്തമ നക്ഷത്രത്തിലെ സുമുഹൂർത്തം അടുത്തു. രാമാഭിഷേകത്തിന് വേണ്ടി മഹാരാജാവിനെ ജാഗ്രപ്പെടുത്തുക. ഭഗവാന്റെ സന്തോഷപൂർണമായ വാക്കുകൾ സൂതനും കൂടിയായ സുമന്ത്രരെ സംതൃപ്തനാക്കി അതിവേഗത്തിൽ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. എപ്പോൾ വേണമെങ്കിലും അന്തഃപുരത്തിലേക്ക് കടക്കുവാൻ പ്രത്യേകം അരുളപ്പാട് അമാത്യവര്യനുണ്ട്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.